ഇവിടെ വലിക്കാവോ? അപ്പൊ മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയെണ്ണ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? അണ്ണം വലിയെണ്ണ. സാറേ, ബാറ് നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ, അയാളുടെ പേരും തേങ്ങന്ന് അറിയാമല്ല. ഇവിടെ സർവ് ചെയ്ത പേരാ. കുര്യച്ച വന്നേ. ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞോ? ആര് വലിക്കുന്നത് വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യ. ഇതിനകത്ത് വലിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റേ വർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ? സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ മെത്തിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊടത്തുകൂടെ പൂട്ടി വെച്ചാൽ മതി. ഇവിടെ ചാട ഇറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ. ചുമ്മാ ഇയാൾ ഓരോന്ന് പറഞ്ഞ് സീലുണ്ടാക്കല്ലേ. പോടേ, ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് കണ്ട കുരിയച്ചൻ വെള്ളുകയില്ല. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. ഇത് കണ്ടോ സാറേ? ഒരു കാര്യമില്ലാണ്ട് വരുന്ന തല്ലി. എന്നതാ പ്രശ്നം? എന്നതാന്ന് പറ. അത് ഈ സാർ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചായിരുന്നേ. അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിലൊരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ, അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോകല് പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാളികളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല, സെക്രട്ടറി മേടിക്കും. പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ പറ. അങ്ങനെ അങ്ങ് പോകുന്നത് എങ്ങനെയാ? ഞങ്ങളെ കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ. പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. നേരെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബ്ബിൽ നീടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട. വാടാ, ഒതുങ്ങി പോടോ. സഹിച്ചാനെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. എന്നാ വൃത്തിയാണ് ഈ കാണിക്കുന്നേ? ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. പോയി പറ നേരെ സജിയോട്. ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്തൊന്ന് കളിക്കാൻ. കയറിപ്പോ, കയറിപ്പോടാ. എന്നടാ? ഒത്തിരി നാള് കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ഇവനോടും കൊടുത്തേക്കുവാ. സത്യത്തിൽ കുര്യച്ചന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുര്യച്ചനാ. ആ, ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുര്യച്ചന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ആ, ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്? എന്റെ പീപ്പിച്ചേട്ട ഒരെണ്ണെന്ന് പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയെന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിന് വ്യാഴദശയായിരിക്കും അല്ലയോ?
റബിഷ് അങ്ങനെയൊന്നുമില്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ, കാണുമ്പോ ഉള്ളിൽ നിന്ന് ഒരാന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം വാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്ത് ഈ പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. ഡീക്കേ മാനേ, Cheers. Cheers. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ലേ വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലാകാതിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖു അടിച്ച് ഓഫാ. ഒരു പെഗിലോ? ഒരു പെഗല്ല, ഇതാ എവിടെയാണ് സാർ. ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പന ഇവിടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടാ. മുണ്ടിനെ ചവിട്ടി. ഒന്ന് താങ്ങിക്കാ പോക്കറെ, മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുണ്ട് അവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ ശവോടൊക്കെ ഞാൻ നടത്തും. കോട്ടെ സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ചു മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ദേവിക്കുഞ്ഞെ, ദേവിക്കുഞ്ഞെ, ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി 10 കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് ഇപ്പൊ എന്നെ എടുക്കാനാ. ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി, അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ. ദേ, മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുന്നുണ്ട്. ഈ ക്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായന് 2 പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായ പോരെ. ഇത് കണ്ടവനും പോണവനും പള്ള നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്നും പറഞ്ഞൊരു പോക്കല്ലയോ? നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മാമ്മച്ചി. അല്ലാതെ ഞാനിത് എത്രാന്ന് വെച്ചോ ഉപദേശിക്ക. ഒരിക്കൽ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ, വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതിന്ന്. ആ, അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നീന്ന് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തള്ളയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ, സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ, ദേ വന്നേ. ഉടനെ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേ കേറിയത്. പൊക്കോട്ടേടാ സുഖുവേ. ഓ ശരി അമ്മാമ്മച്ചി. സുകുമാരോ, എന്നാ ചേട്ടത്തി? ഒന്നിഞ്ഞു വന്നേടാ. ഭക്ഷണം കൂടെ നിന്നിട്ട് പണിയുമ്പോ നിനക്ക് നല്ല സുഖല്ലടാ സുഖു. അടുത്ത കൈ ഒന്നുള്ളു കേട്ടോ. ആ ഇല്ല, സാറിങ്ങെത്തിയില്ല. എന്നാ ഞാനും അറിഞ്ഞത്. ഉമ്മച്ചൻ റിസൈൻ ചെയ്തു ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു. ആ ശരി, സാർ ഇന്നിവിടെ ഉണ്ട്. നാളെ തിരുവനന്തപുരത്തിന് പോവൂ. ആ ഓ, സേവിച്ചും വന്നിട്ടുണ്ട്. ഈശോയി, എവിടെ? മുറിയില്ല. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോകുന്നത് കണ്ടാ ഞാൻ നോക്കിയത്. എന്തോ പുകിലും കൊണ്ടാ.
ഇച്ചിരി കടുപ്പത്തില. ഇന്നായാലമ്മേ ഇത് വെച്ചോ. ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് എത്തിയേക്കാം. ഇല്ലേ എന്നെ പ്രതീക്ഷിച്ചാ മതി. ഇതിനിപ്പോ രാത്രിയെന്നോ പകലെന്നോ കണക്കൊന്നും ഇല്ലാതായോ സേവിച്ച? ഓ ഇനി എന്തോന്നിന് അമ്മച്ചി കണക്ക്? എനിക്കിപ്പോ എല്ലാം ഒരു കണക്കാ. സേവിച്ചിനെങ്ങനെ കുടിച്ചു കുടിച്ച് അങ്ങനെ തീരും. അപ്പന്റെ അമ്മച്ചിയുടെയും കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നോ വെട്ടിപ്പോയ പേരല്ലേ എന്റേത്. ഓ എന്നതാന്നാവോ ഇത്ര പെരുത്ത ദണ്ണം? പെരുത്ത് സന്തോഷിക്ക് എന്നതാ എനിക്കുള്ളേ. MC പോളിന്റെ മൂത്ത മോനൊരു പേര്, അത് വെറും ഒരു പേരാന്നേ. മകൻ ശരിക്കും അവനല്ലേ ബെന്നിച്ചൻ. പാർട്ടിയിൽ ഇപ്പൊ പോൾ സാറിന്റെ വലതുഭാഗത്ത സ്ഥാനം, നാളെ MLA മന്ത്രി. ഞാൻ എന്തോ ആയി? കിഴക്കമലയിലെ തോട്ടത്തിൽ അട്ടയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട അപ്പച്ചന് കലിയ. ഉള്ളത് പറയണ്ട അമ്മച്ചി, എന്നെ എവിടെന്തെങ്കിലും ദത്തെടുത്താന്നോ? ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോട്ട് ചോദിക്കുക. സത്യം പറ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെ അല്ലേ? കർത്താവിന് നിരക്കാത്ത വർത്താനം കള്ളും വലിച്ചേറ്റ് വിളിച്ച് കൂവിയല്ലണ്ടല്ലോ സേവിച്ച നീ. പക്ഷാഭേദം കാണിച്ചെന്ന് നിന്റെ കൊണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന് കഴിഞ്ഞു കണക്കുണ്ടോടാ. 10 സ്കൂളിൽ കയറിയിട്ടാ നീ 10ാം തരം പാസ്സായത്. അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തുകേസ്. തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് നിന്നെ എസ്റ്റേറ്റിൽ കൊണ്ടാക്കി. അവിടെ നീ എന്നെ പറപ്പാ കാണിച്ചേ? കഞ്ചാവ് കൃഷി നടത്തി. തമ്പുരാന്റെ കൃപ കൊണ്ടാ അന്ന് റവന്യൂ മന്ത്രി MC പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത്. എടാ കയ്യിലിരിപ്പ് നന്നാവണം. അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ. ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം. കൊച്ചമ്മേ സാറ് വന്നു. ഒരു പറ്റു പറ്റിയല്ലോ. എന്നാ? ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കകത്ത് വെച്ചേക്കണമെന്ന്. ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ വീട്ടിൽ വെറും കൈയോടെ കയറി ചെല്ലണ്ടായിരുന്നു. റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞുകൊണ്ട് ചെന്നതാണെന്ന് വ്യക്തമായില്ലേ? അത് ശരിയായിരുന്നു. ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാകുമ്പോ ഇമ്പാക്ട് ഡബിളാ. ഓ ഇത് ഞാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യിലില്ലാത്ത സമയം, പാർട്ടിക്കകത്തെ ഇഷ്യൂസ് വേറെയും. ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യമോ എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തൊന്നോ മറ്റോ അറിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി MLA ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനിൽ ബെന്നിച്ചനെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്.